ഹായ് നമസ്കാരം. മൈൻഡ് സോൺ PSCയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രവീൺ ഉണ്ണി. ഇന്നത്തെ ടോപ്പിക്ക് മസ്തിഷ്കം അഥവാ തലച്ചോറാണ്. മസ്തിഷ്കത്തെക്കുറിച്ച് PSC ചോദിച്ചിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുമല്ലോ. നേരെ വീഡിയോയിലേക്ക്. മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം. ഉത്തരം സെറിബെല്ലം. സെറിബെല്ലമാണ് മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം. വേദനസംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം. ഉത്തരം തലാമസ്. തലാമസാണ് വേദനസംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. ഉത്തരം മെഡുല്ല ഒബ്ലാങ്കേറ്റ. മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. സെറിബ്രത്തിന്റെ തൊട്ട് താഴെയായി കാണുന്ന തലച്ചോറിലെ ഭാഗം. ഉത്തരം തലാമസ്. തലാമസാണ് സെറിബ്രത്തിന്റെ തൊട്ട് താഴെയായി കാണുന്ന തലച്ചോറിലെ ഭാഗം. മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനശാഖ. ഉത്തരം ഫ്രിനോളജി. ഫ്രിനോളജിയാണ് മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനശാഖ. തലയോട്ടിയെക്കുറിച്ചുള്ള പഠനശാഖ. ഉത്തരം ക്രേനിയോളജി. ക്രേനിയോളജിയാണ് തലയോട്ടിയെക്കുറിച്ചുള്ള പഠനശാഖ. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകം. ഉത്തരം കപാലം. കപാലമാണ് തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകം. തലച്ചോർ, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലം. ഉത്തരം മെനിഞ്ചസ്. മെനിഞ്ചസ് ആണ് തലച്ചോർ, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലം. മസ്തിഷ്കത്തിന്റെ ഭാരം എത്ര? ഉത്തരം 1400 ഗ്രാം. 1400 ഗ്രാമാണ് മസ്തിഷ്കത്തിന്റെ ഭാരം. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. ഉത്തരം ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസാണ് ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം. ഉത്തരം സെറിബ്രം. സെറിബ്രമാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിലെ ഭാഗം. ഉത്തരം സെറിബ്രം. സെറിബ്രമാണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിലെ ഭാഗം. പേശീപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന തലച്ചോറിലെ ഭാഗം. ഉത്തരം സെറിബ്രം. സെറിബ്രമാണ് പേശീപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന തലച്ചോറിലെ ഭാഗം. ശരീരതുലനാവസ്ഥ നിലനിർത്തുന്ന തലച്ചോറിലെ ഭാഗം. ഉത്തരം സെറിബ്രം. സെറിബ്രമാണ് ശരീരതുലാവസ്ഥ നിലനിർത്തുന്ന തലച്ചോറിലെ ഭാഗം. മസ്തിഷ്കത്തിലേക്ക് രക്തം എത്തിക്കുന്ന ധമനികളിൽ രക്തം കട്ടപിടിക്കുന്ന രോഗാവസ്ഥ. ഉത്തരം സെറിബ്രൽ ത്രോംബോസിസ്. സെറിബ്രൽ ത്രോംബോസിസ് ആണ് മസ്തിഷ്കത്തിലേക്ക് രക്തം എത്തിക്കുന്ന ധമനികളിൽ രക്തം കട്ടപിടിക്കുന്ന രോഗാവസ്ഥ. മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ. ഉത്തരം സെറിബ്രൽ ഹെമറേജ്. സെറിബ്രൽ ഹെമറേജ് ആണ് മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. ഉത്തരം സെറിബ്രം. സെറിബ്രമാണ് ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. സംസാരശേഷി നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. ഉത്തരം ബ്രോക്കസ് ഏരിയ. ബ്രോക്കസ് ഏരിയയാണ് സംസാരശേഷി നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന തലച്ചോറിലെ ഭാഗം. ഉത്തരം സെറിബ്രം. സെറിബ്രമാണ് മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന തലച്ചോറിൽ ഭാഗം. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന തലച്ചോറിലെ ഭാഗം. ഉത്തരം തലാമസ്. തലാമസാണ് നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന തലച്ചോറിലെ ഭാഗം. ഓക്സിഡോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകളെ ഉത്പാദിപ്പിക്കുന്ന തലച്ചോറിലെ ഭാഗം. ഉത്തരം ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസാണ് ഓക്സിഡോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകളെ ഉത്പാദിപ്പിക്കുന്ന തലച്ചോറിലെ ഭാഗം. ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. ഉത്തരം ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസാണ് ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം.